രാജ്ഭവനിൽ നിന്ന് പോലീസുകാരെ പുറത്താക്കി ഉത്തരവിട്ട് പശ്ചിമബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ്. പോലീസ് ഔട്ട്പോസ്റ്റ് ജന്മഞ്ച് എന്ന പേരിൽ പൊതുജനങ്ങൾക്കുള്ള ഇടമാക്കി മാറ്റാനും ഉത്തരവിറക്കി. ബി.ജെ.പി. നേതാവ് സുവേന്ദു അധികാരി രാജ്ഭവനിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞിരുന്നു. പിന്നാലെയാണ് ഗവർണറുടെ നടപടി. വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട്. സ്വാതി, അവിടെ പശ്ചിമബംഗാൾ ഗവർണറും മമതാ ബാനർജിയും തമ്മിൽ വലിയ തരത്തിലുള്ള പോര് നേരത്തെ നടക്കുകയാണ്. അത് വീണ്ടും രൂക്ഷമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? തീർച്ചയായും സിജു, അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഈ മമതാ സർക്കാരും ബംഗാൾ ഗവർണറും തമ്മിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള സംസ്ഥാന സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം തന്നെയായിരുന്നു ഗവർണർ സ്വീകരിച്ചു പോരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് പോലീസുകാരെ പുറത്താക്കിക്കൊണ്ട് ഗവർണർ ഉത്തരവിട്ടിട്ടുള്ളത്. പോലീസ് ഔട്ട്പോസ്റ്റിന് ജന്മഞ്ച് എന്ന പേരിലാണ് പൊതുജനങ്ങൾക്കുള്ള ഇടമാക്കി മാറ്റാൻ വേണ്ടി ഉത്തരവിൽ പറയുന്നുണ്ട്. ഇന്നലെ ബി.ജെ.പി. നേതാവ് സുവേന്ദു അധികാരി രാജ്ഭവനിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി ഇത്രയും തിടുക്കപ്പെട്ടൊരു നടപടിയിലേക്ക് ഗവർണർ പോയിട്ടുള്ളത്. ഈ കൊൽക്കത്ത പോലീസിനോട് പൂർണ്ണമായും രാജ്ഭവൻ വിട്ടു പോകാനായിട്ടാണ് ഉത്തരവിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നോർത്ത് ഗേറ്റിലെ പോലീസ് ഔട്ട്പോസ്റ്റ് ആണ് ഇപ്പോൾ ജന്മഞ്ചാക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഡ്യൂട്ടിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനടക്കമാണ് ഈ ഗവർണറുടെ ഓഫീസ് വിട്ട് പോകാനുള്ള തരത്തിലൊരു ഉത്തരവ് ഇപ്പോൾ ഗവർണർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിലെ ഗവർണർമാർ ഇങ്ങനെ സംസ്ഥാന സർക്കാരുകളുമായി പലതരത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ തന്നെയാണ് ഇപ്പോൾ മമതാ സർക്കാരുമായി നിരന്തരം കലഹം ഉണ്ടാവുകയും അതിന് പിന്നാലെ ഇത്തരത്തിലേക്ക് ഒരു സ്വതന്ത്രമായ നടപടിയിലേക്ക് ഗവർണർ പോകുന്നത് തീർച്ചയായും ബി.ജെ.പിയും ഈ സംസ്ഥാന സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമാക്കുന്നു എന്ന് വേണം കാണാൻ. സിജു, ശരി, സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമബംഗാൾ ഗവർണർ രാജ്ഭവനിൽ നിന്ന് പോലീസുകാരെ പുറത്തിറക്കി ഉത്തരവിറക്കിയിരിക്കുന്നു.